ഇപ്പോൾ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. സ്പേസ് എക്സിൻ്റെ ഡ്രാഗൺ ക്രൂ പേടകം ഭൂമിയിലേക്ക് എത്തുകയാണ്. ഡ്രാഗൺ ക്രൂ 11 പേടകം അതിൻ്റെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ബഹിരാകാശ നിലയത്തിനടക്കം വിജയകരമായി വേർപെട്ട കാഴ്ച നമ്മൾ കണ്ടിരുന്നു, വിവരങ്ങൾ അറിഞ്ഞിരുന്നു. അല്പസമയത്തിനകം അതിൻ്റെ വരവിനായി കാത്തിരിക്കുകയാണ് എന്നുള്ളതാണ് എല്ലാവരും ലോകം മുഴുവൻ കാത്തിരുന്ന അസാധാരണമായ ഒരു സംഭവവികാസമാണ് ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. 4 പേരടങ്ങുന്ന ദൗത്യ സംഘത്തിൽ ഒരാൾക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നം ഉണ്ടായതോടുകൂടിയാണ് മടങ്ങി വരവ് എന്ന പ്രത്യേകത കൂടി ഈ ദൗത്യത്തിന് കാണാൻ കഴിയുന്നുണ്ട്. എന്നോടൊപ്പം സയൻസ് ഡെസ്കിൽ നിന്നും ആര്യ പി കൂടി ചേരുന്നുണ്ട്. ആര്യ, ലോകമകനെ കാത്തിരിക്കുകയാണ് ഇവരുടെ ഈ ദൗത്യ സംഘത്തിൻ്റെ മടങ്ങി വരവുമായി ബന്ധപ്പെട്ട്. ഈ മടങ്ങി വരവിൽ ബഹിരാകാശ പേടകവുമായിട്ടുള്ള വേർപെടലൊക്കെ വലിയ വിജയകരമായി തന്നെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു. ഇനിയുള്ള നിമിഷങ്ങൾ, കാരണം നേരത്തെ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ 2:11 കൂടിയായിരുന്നു സമയം പ്രതീക്ഷിച്ചിരുന്നത്, അറിയിപ്പായി വന്നത്. അപ്പോൾ അതിലേക്ക് അടുക്കുകയാണ്. എന്താണ് ഇനി നമ്മുടെ അടുത്ത ഘട്ടം? ഇനി കുറച്ച് 5 നിമിഷം മാത്രമേ ബാക്കിയുള്ളൂ. കൃത്യം 2:11 സ്പ്ലാഷ് ഡൗൺ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഇത് ചരിത്രത്തിൽ ഇങ്ങനെയൊരു സംഭവം ആദ്യമായിട്ടാണ്. ഇതിനു മുൻപ് ഇവാക്യുവേഷനൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവിടേക്ക് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് എത്രയോ യാത്രികർ പോയിട്ടുണ്ട്, അതുപോലെ മടങ്ങി വന്നിട്ടുമുണ്ട്. പക്ഷേ ഒരു മെഡിക്കൽ എമർജൻസി, ഒരു മെഡിക്കൽ ഇവാക്യുവേഷൻ ഇത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൻ്റെ ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടാണ്. 4 സംഘമാണ് പോയത്. അവർ 165 ദിവസം ഇതിനോടകം അവിടെ ചെലവഴിച്ചിട്ടുണ്ട്. അവർക്ക് ഇനിയും 4 ആഴ്ച സമയം അവിടെ ചെലവഴിക്കേണ്ടതുണ്ടായിരുന്നു, 1 മാസത്തിനടുത്ത്. പക്ഷേ അതിന് മുൻപാണ് നാസ 4 യാത്രികരാണുള്ളത്. അതിൽ നാസയുടെ 2 പേരാണുള്ളത്. അതിൽ ഒരാൾക്കാണ് രോഗാവസ്ഥയുള്ളത്. അതിൽ അവരുടെ ആ വ്യക്തിയുടെ സ്വകാര്യത മാനിച്ചുകൊണ്ട് പേര് വിവരങ്ങൾ ഇതുവരെ നാസ പുറത്തു വിട്ടിട്ടില്ല. അതിൽ അവിടെ സ്പേസിൽ ഈ യാത്രികരുടെ, ഈ നാസയുടെ 2 പേർ യാത്ര നടത്താനിരുന്ന ദിവസമാണ് ഈ രോഗാവസ്ഥ തിരിച്ചറിഞ്ഞ് സ്പേസ് യാത്ര ആദ്യം അത് നിർത്തുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വരികയാണ് എന്ന് നാസ വാർത്താ സമ്മേളനത്തോടെ അറിയിക്കുകയും ചെയ്തത്. അപ്പോൾ നാസയുടെ 25 വർഷം നീണ്ട ഈ ചരിത്രത്തിൽ, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന് 25 വർഷം നീണ്ട ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടാണ് ഒരു മെഡിക്കൽ ഇവാക്യുവേഷൻ ഉണ്ടാകാൻ പോകുന്നത്. അവിടെ സ്പ്ലാഷ് ഡൗണിന് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട്. ശാന്തസമുദ്രത്തിൽ കാലിഫോർണിയൻ തീരത്തിന് സമീപത്തായിരിക്കും സ്പ്ലാഷ് ഡൗൺ ഉണ്ടാവുക. ഇനി നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. 4:30 നാസയുടെ ഡയറക്ടറുടെ വാർത്താ സമ്മേളനം ഉണ്ടാകും. ആ വാർത്താ സമ്മേളനത്തിലും ആർക്കാണ് അസുഖബാധ, ആ കാര്യം പറയുന്നുണ്ടാകില്ല. പക്ഷേ മറ്റ് നടപടിക്രമങ്ങളായിരിക്കും വിശദീകരിക്കുക എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്ന. അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. 10.5 മണിക്കൂർ നീണ്ട യാത്രയായിരുന്നു. ഇന്ന് പുലർച്ചെ 3:30 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് വേർപെട്ട് ക്രൂ 11 എൻഡേവർ പേടകത്തിൽ നിന്ന് യാത്ര ഭൂമിയിലേക്ക് തിരിച്ചത്. അല്പസമയത്തിനകം തന്നെ ഭൂമിയിലേക്ക് കയറും, ബഹിരാകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് കയറും പേടകം എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് ശാന്തസമുദ്രത്തിലെ കാലിഫോർണിയൻ തീരത്തായിരിക്കും ഇതിൻ്റെ സ്പ്ലാഷ് ഡൗൺ ഉണ്ടാകുന്നത്. മെഡിക്കൽ ഇവാക്യുവേഷൻ അത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ആ രീതിയിൽ ഇത് വ്യത്യസ്തമാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴും പേര് വിവരങ്ങൾ പറയുന്നില്ല. 4 പേരാണുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ. അതിൽ നാസയുടെ 2 പേരിൽ ഒരാൾക്കാണ് രോഗം എന്നതിലപ്പുറം അതായത് സാധാരണ നിലയിൽ നിന്ന് നമുക്കറിയാം, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ വെച്ച് ചികിത്സിക്കേണ്ട കാര്യമില്ല. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, വേണമെങ്കിൽ നൽകുന്നുണ്ട്. ഭൂമിയിലേക്ക് കടന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പേടകം ഭൂമിയിലേക്ക് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. രോഗം ബാധിച്ചത് നാസയുടെ സഞ്ചാരിക്കാണ്. അല്പസമയത്തിനകം തന്നെ സ്പ്ലാഷ് ഡൗൺ ഉണ്ടാകും.